അപ്പോ ആത്മാനുഭവത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗുരു ശിഷ്യന് ഈ വേദാന്തം എങ്ങനെ ഉപദേശിക്കണമെന്ന് വെച്ചാൽ, ശിഷ്യനെ ഉപദേശിക്കല്ല ചെയ്യണത്, ശിഷ്യന് അറിയാനുള്ള ഒരു ശക്തി ഹൃദയത്തിലുണ്ട്, അതിനെ എഴുന്നേൽപ്പിച്ചു വിടുകയാണ്. രാമകൃഷ്ണ പരമഹംസർ തന്റെ ശിഷ്യന്മാരൊക്കെ ഒരു ദിവസം കൂടിയിരിക്കുമ്പോ, ക്യാൻസർ ആയിട്ട് കിടക്കുമ്പോ ഒരു ഭക്തന്റെ അടുത്ത് പറഞ്ഞു, എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുമെന്ന്. എന്നിട്ട് തന്റെ ശിഷ്യന്മാര് ഭക്തന്മാരൊക്കെ ഉണ്ട്, അവരുടെ ഒക്കെ നെഞ്ചിൽ തൊട്ടിട്ട് പറഞ്ഞു, ജാഗോ ജാഗോ എന്നുവെച്ചാൽ ഉത്തിഷ്ഠത ജാഗ്രത എന്ന് ശ്രുതി പറയണല്ലേ, അതുപോലെ തന്നെ ഉള്ളില് ഉണര ഉണര, എഴുന്നേക്കൂ, ജാഗോ ജാഗോ. ഉള്ളില് ആ ശക്തി ഉണർന്നു കഴിഞ്ഞാൽ വേദാന്തജ്ഞാനം സുലഭമായിട്ട് വരും. ആ ശക്തി ഉണർന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ തന്നെ കേട്ടാലും ഏറ്റവും വലിയ ഗുരുവിന്റെ അടുത്ത് ശ്രവണം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാൽ പോലും ഒന്നും നടക്കില്ല. ഹരിർയതി ഉപദേഷ്ടാതെ ശിവ കമലസംഭവ തഥാപി ന തപസ്വാസ്ഥ്യം സർവവിസ്മരണാത് ഋതേ. അഷ്ടാവക്രൻ പറഞ്ഞു, ഹരി ഉപദേശിച്ചാലും ശിവൻ ഉപദേശിച്ചാലും ബ്രഹ്മാവ് ഉപദേശിച്ചാലും നീ എല്ലാ കൽപ്പനകളും വിട്ട് സ്വരൂപത്തിൽ ഇരിക്കണ വരെ നിനക്ക് പ്രയോജനപ്പെടില്ല. അപ്പോ വേദം ഗുരു എങ്ങനെയാ ഉപദേശിക്കണത് എന്ന് വെച്ചാൽ, ശിഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുകയാണ്. അത് ജ്ഞാനികൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. മനസ്സുകൊണ്ടല്ല അറിയണത്. ആ ശക്തിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സെന്ന് പറയാം, പക്ഷെ അത് ശുദ്ധ ചിദ്രൂപമായ ശക്തിയാണ്. ആ ശക്തിയെ ഉണർത്തിയിട്ടാണ് ഈ ബ്രഹ്മവിദ്യയെ ഗ്രഹിക്കാനുള്ള പരിപാകത ശിഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. ഇതിൽ ഭാഗവതത്തിൽ തന്നെ അതിന് പ്രമാണമുണ്ട്. മായാം യുദ്ധസ്യ ചിത് ശക്തിയാം കൈവല്യേ സ്ഥിത ആത്മനി. മായ കൊണ്ട് മായയെ നീക്കം ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാൽ ചിത് ശക്തിയാണ്. ആത്മവിദ്യ കൊണ്ട്, ചിത് ശക്തി കൊണ്ട് മായാം യുദ്ധസ്യ, മായയെ നീക്കിയിട്ട് സ്വരൂപത്തില് ആത്മാവില് സ്ഥിതനായിട്ട് തീരണു എന്ന് പറഞ്ഞു. ഇപ്പോ നോക്കൂ, ഈ ശ്രുതിഗീതം നടക്കണത് ആദ്യം ശ്രീ ശുകബ്രഹ്മ മഹർഷി പറഞ്ഞു, പണ്ട് ഭഗവാൻ നാരദൻ നാരായണ മഹർഷിയെ കാണാനായിട്ട് നാരായണാശ്രമത്തിലേക്ക് പോയി. കലാപഗ്രാമം എന്ന് പേര്. ആ കലാപഗ്രാമത്തിൽ ചെന്ന് നാരായണനോട് ചെന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പൊ നാരായണ മഹർഷി തനിക്ക് മുമ്പ് നടന്നിട്ടുള്ള കുറെ സംവാദങ്ങള്, സനകസനന്ദനാദികളൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംവാദത്തിനെ എടുത്ത് പറഞ്ഞു. അവിടെ ഒരു ബ്രഹ്മസത്രം നടന്നു എന്ന് പറഞ്ഞു. ബ്രഹ്മസത്രം എന്താന്ന് വെച്ചാൽ, ജ്ഞാനികൾ തമ്മിൽ കൂടിയിരുന്ന് വർത്തമാനം പറയാം. തുല്യ ശ്രുത തപശീലാഹ തുല്യ സ്വീയാരി മധ്യമാഹ. പറയണ ആളും ജ്ഞാനിയാണ്, കേൾക്കണവനും ജ്ഞാനിയാണ്. ആനന്ദത്തിന് വേണ്ടിയുള്ള ഒരു സംവാദം മാത്രമാണ്. അവിടെ ആണ് ഇതേ ചോദ്യം ഉണ്ടായി. അവിടെ ഒരു ബ്രഹ്മവാദം, ഒരു ബ്രഹ്മസത്രം നടന്നു. അവിടെ വേദങ്ങള് ഭഗവാനെ ബോധനം ചെയ്യണത് അവിടെ പറയുണ്ടായി. അത് ഞാൻ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ് ശ്രീ ശുകബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയണതാണ്. വേദങ്ങൾ ഭഗവാനെ ഉത്തിഷ്ഠ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുകയാണ്. ഭഗവാനല്ലേ നമ്മളെ ഉണർത്തേണ്ടത്? നമ്മളാണോ ഭഗവാനെ ഉണർത്തേണ്ടത്? ഒരാൾ സംശയം ചോദിച്ചു. ശരിക്ക് ഭഗവാനെ ഉണർത്തൽ തന്നെയാ. ഭഗവാൻ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കണം. വാൽമീകി രാമായണത്തില് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി ഉണർത്തുന്നുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ, യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടു പോകുമ്പോ സരയൂ നദീ തീരത്തില് കുട്ടികൾ രണ്ടുപേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. അപ്പൊ സൂര്യൻ ഉദിക്കാനായി, ക്ഷീണിച്ചു, തളർന്നു, നടന്ന് അപ്പൊ ഉറങ്ങാണ്. അപ്പൊ വിശ്വാമിത്രൻ രാമനെ തട്ടി വിളിച്ച്
പറയാണ്, കൗസല്യാ സുപ്രജാരാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്ധികം. കുട്ടികളെയൊക്കെ എങ്ങനെയാ ഉണർത്തേണ്ടതെന്ന് ഋഷിയുടെ അടുത്തുനിന്ന് പഠിക്കണം. ദിവ്യമായി വിളിച്ചുണർത്തുകയാണ്. കൗസല്യാ സുപ്രജാരാമ. കൗസല്യാദേവി ആര് പുത്രനായി ജനിച്ചത് കൊണ്ട് സുപ്രജയായിട്ട് തീർന്നുവോ ആ രാമൻ, ഹേ രാമ, കൗസല്യാ സുപ്രജാരാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ. സൂര്യൻ ഉദിക്കണു, ബ്രാഹ്മമുഹൂർത്തം, ഉത്തിഷ്ഠ, എഴുന്നേക്കൂ, കർത്തവ്യം ദൈവമാന്ഹികം. ആന്ഹികം എന്ന് വെച്ചാൽ സന്ധ്യാവന്തനമൊക്കെ ചെയ്യണം, എഴുന്നേക്കൂ എന്ന് പറയാണ്. അപ്പോ അതെന്നാണ് നമുക്ക് ഈ സുപ്രഭാതമൊക്കെ വന്നത്. വെങ്കടേശ സുപ്രഭാതം, പിന്നെ കുറെ സുപ്രഭാതമൊക്കെ വന്നുവല്ലോ. എല്ലാ ദേവന്മാരുടെ പേരിലും സുപ്രഭാതം എഴുതിയിട്ടുണ്ട് അല്ലേ? ആ സുപ്രഭാതമൊക്കെ വന്നത് അങ്ങനെയാണ്. അപ്പൊ ഭഗവാനെ എവിടുന്നാ ഉണർത്തണത് എന്ന് വെച്ചാൽ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, നമ്മളുടെ ഹൃദയത്തില് ഭഗവാനെ ഉണർത്തുകയാണ്. ഭഗവത് അനുഭൂതിയെ ജാഗ്രതമാക്കുകയാണ്. അത് ജാഗ്രതമായി കഴിഞ്ഞാൽ മനസ്സ് അഭിഭവം ചെയ്യപ്പെടണം. നമുക്കിപ്പോ നമ്മളുടെ മനസ്സ് ആത്മാവിനെ അഭിഭവം ചെയ്തിരിക്കുകയാണ്, ഓവർ പവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എത്രയൊക്കെ തന്നെ കേട്ടാലും ഈ സത്സംഗം കേൾക്കുമ്പോ ഒക്കെ കിട്ടിയ പോലെയൊക്കെ തോന്നുന്നു, ഇവിടുന്ന് പുറത്തു പോയ ഉടനെ മനസ്സ് അതിന്റെ മേലെ കയറി ഇരുന്നോളെ.